ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന എല്ലാ മെയിൻ്റനൻസും നമ്മൾ മനസ്സിൽ രാവിലെ കണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുറച്ച് പണികൾ വരുമ്പോൾ ആകെ പിടുത്തം പെടും. കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരിക്കും. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ടാപ്പ് പൊട്ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റി ടാപ്പല്ല ഹെൽത്ത് ഫ്ലോസറ്റാണ് പൊട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ നാളേക്ക് വരാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കസ്റ്റമർ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആംഗിൾ വാൾവ് അടച്ചു കഴിഞ്ഞാൽ ആ ലീക്ക് അവിടെ നിൽക്കും പറഞ്ഞു. അപ്പോൾ ആംഗിൾ വാൾവ് അടച്ചിട്ടും ലീക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ആദ്യം തന്നെ ആ കംപ്ലൈൻ്റ് ആണ് ഫസ്റ്റ് ഞാൻ ഈ രാവിലെ ഈ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാൾവും കംപ്ലൈൻ്റ് ആണ്. ഈ വീട്ടിലെ വാൾവ് അടച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അതും നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് റീവർക്കും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാൾവ് എന്തായാലും ഇപ്പോൾ മാറ്റാൻ നിൽക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞ കസ്റ്റമറൊക്കെ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ സൈറ്റിലേക്കൊക്കെ പോകണം. അപ്പോൾ ഞാൻ വാൾവ് അടക്കാതെ തന്നെ ഈ സ്പിൻഡിൽ മാറ്റാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മളെ തൊട്ടപ്പുറത്തുള്ള വാഷ് ബേസിൻ്റെയും ടാപ്പും അതേപോലെ ഒന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ കുറച്ച് കമ്മിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് സ്പിൻഡിൽ ഊരി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം സിമ്പിളായി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്പിൻഡിൽ ഇതിൽ സ്റ്റക്കായി കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഊരിയെടുത്ത് ഒക്കെ സെറ്റാക്കി വെച്ചെടുത്ത് ഹെൽത്ത് ക്ലോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. സ്പിൻഡിൽ ഇപ്പോൾ വർക്കിംഗ് ആണ്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്. പക്ഷേ കസ്റ്റമർ ഒരു 100 കൂടി 500 തന്നു കേട്ടോ.